നമ്മളിന്ന് ഫോണും കൊണ്ട് കൺട്രി ലോക്കിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി പോവാം. അപ്പോൾ എൻ്റെ കൂടെ ജസ്ലിനും ഉണ്ട്. അതാണ് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. കാരണം ജസ്ലിൻ ചില സമയത്തൊക്കെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ വീട്ടിൽ പോകണമെന്ന് പറയും. സോ അപ്പം അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ജസ്ലിൻ അടങ്ങി നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ വണ്ടിയിൽ പോകുന്നില്ല ആലപ്പുഴ വരെ. കാരണം പകുതി വരെ പോയിട്ട് ബസ്സിന് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ചില സമയത്ത് വണ്ടി ഹൈവേയിൽ കൂടെ പോകുന്ന ആ സമയത്ത് ഇവള് പുറകിലിരിക്കണമെന്ന് പറയാം വണ്ടിയുടെ. അപ്പം അതൊക്കെ ഡേഞ്ചറാണ്. സോ അതുകൊണ്ട് ജസ്റ്റിനെ കൊണ്ട് ബസ്സിലായിരിക്കും പോകുന്നത്. അളിയ എന്താന്ന് ഫോണാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. സോ നല്ല അടിപൊളി ഫോണാണ് അളിയ. താങ്ക് യു ഫോർ ദ ഫോൺ. ലിബിനങ്ങളോട് താങ്ക് യു പറഞ്ഞേ. നമ്മൾ പിന്നെ വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങളോട് വാങ്ങിക്കണം. ജസ്റ്റിന് ഇപ്പം തന്നെ കടയിൽ പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വണ്ടി ഇവിടെ വെച്ച് ഇനി ഇവിടുന്ന് ബസ് കയറി പോവാ കേട്ടാ. പിന്നെ മൈദ 1 കിലോ. എന്തോ കോലുമിട്ടായ? കോലുമിട്ടായ അയച്ചു തരാം. മതി. എത്രയാട്ടാ? എത്ര എല്ലാം കൂടെ? ഞങ്ങള് സാധനമൊക്കെ വാങ്ങിച്ച് വണ്ടിയിൽ വെച്ച് ഇനി വന്ന് നേരെ വണ്ടി എടുത്തിട്ട് പോയാൽ മതി. ഇനിയിപ്പോൾ ബസ് കയറാനായിട്ട് ഇവിടെ വന്നു ബസ് സ്റ്റോപ്പിൽ. നമുക്ക് ബസ്സിൽ കയറി ആലപ്പുഴ പോവാം, എന്നിട്ട് ഇങ്ങോട്ട് വരാം. ഞങ്ങൾ സ്ഥലത്തെത്തി. ഇനി പപ്പ 2 എണ്ണം. ജസ്റ്റിനും കോലുമിട്ടായി തിന്നിട്ട് ഇത്ര മതിയെന്ന് പറഞ്ഞ് ഇനി കട തപ്പി പോവാ. അവിടെ 2-3 കടയുണ്ട്. പുലി, സിംഹം. ഇനി കടയിലോട്ട് പോവാ. ജിങ്കിരി ജിങ്കിരി ജിങ് ജിങ്കിരി ജിങ്കിരി ജിങ് വെള്ളാരം കണ്ണുള്ള വെള്ളി മൂങ്ങ. പുലി. സിംഹം സിംഹം സിംഹം. വണ്ടിയിൽ കയറി ഇരുന്നപ്പോ തന്നെ ജസ്ലിൻ പറഞ്ഞ് വീട്ടിൽ പോകണം. നമുക്ക് കടയിൽ പോയിട്ട് വീട്ടിൽ പോവാ കേട്ടോ. കടയിൽ പോയി ഫോൺ കാണിച്ചിട്ട് വീട്ടിൽ പോവാം. നമ്മൾ ആദ്യത്തെ കടയിൽ കയറി. അവര് പറഞ്ഞത് സാംസങ്ങിന്റെ സർവീസ് സെന്ററിൽ കാണിക്കാനാണ്. പക്ഷെ നമ്മൾ വേറെ കടയിലോട്ട് പോവാം. ഓക്കെ, അവിടെ നിന്ന് ഇറങ്ങി അവർ പറയുന്ന വേറെ കടയിൽ കൊണ്ടുപോയില്ലേ. അവർ പറയുന്ന സർവീസ് സെന്ററിൽ കൊണ്ടില്ലെന്ന് ശരിയാക്കത്തില്ലെന്ന് പറഞ്ഞു. വേറൊരു കടയിലോട്ട് പോവാ. അവർ പറഞ്ഞൊരു കടയിലോട്ട് പോവാ. ഇനി അവർ പറഞ്ഞ മറ്റേ ഡോക്ടർ ഫോൺ എന്ന് പറയുന്ന കടയിലോട്ട് പോവാ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവർ പറയുന്ന സാംസങ്ങിൻ്റെ സർവീസ് സെൻ്ററിൽ കൊണ്ട് കാണിക്കാൻ. അപ്പം ഇനി അങ്ങോട്ട് പോവുക. ഞങ്ങൾക്കാണെങ്കിൽ സർവീസ് സെൻ്ററിലോട്ട് കുറേ നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റിനോട് പറഞ്ഞു നമുക്ക് ഓട്ടോയിൽ പോകാമെന്ന്. അപ്പോൾ ഓട്ടോക്കകത്ത് കയറുമ്പോൾ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ ഇട്ട് നടത്തിക്കുക. അയ്യോ, ഒരുപാട് നടന്നിപ്പം. ഇവിടെ സർവീസ് സെൻ്റർ ഇവിടെ അടുത്താണ്. സർവീസ് സെൻ്ററിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെ അവസാനം ഞങ്ങളിത് ഇവിടെ കടയിലെത്തി.
ഓക്കെ, അങ്ങനെ ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് ചേർത്തലയിൽ തന്നെ കൊടുത്ത് ചെയ്യേണ്ടി വരും. കാരണം അവർ പറഞ്ഞത് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഇത്ര ദൂരമല്ലെന്നത് മിഠായി മേടിച്ചത്. അപ്പോൾ ഒരുപാട് ദൂരമില്ലെന്ന് എഴുതിയിട്ട് ഞാൻ പിന്നെ അവിടെ ആരാണ് മേടിച്ചത്. ഒരുപാട് ദൂരമില്ലെന്ന് എഴുതിയിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് ചെയ്യിക്കാഞ്ഞത്. ഇനിയിപ്പോൾ അവിടെ തന്നെ കൊണ്ടുപോയി ചെയ്യാം. അങ്ങനെ സർവീസ് സെൻ്ററിലും പരിപാടി നടക്കത്തില്ല. സോ ഇനി നേരെ വീട്ടിൽ പോവാം. എവിടെ വീട്ടിൽ പോവാം. ഓക്കെ, നമ്മൾ വന്ന് വണ്ടി പോയി. ജസ്ലിനായിരുന്നെങ്കിൽ അതിനകത്തിരുന്ന് പാതി ഉറക്കമായിരുന്നു. ഉറങ്ങല്ലേ, നമുക്ക് വീട്ടിൽ പോവാം കേട്ടോ. ഞങ്ങളങ്ങനെ നമ്മളെ നേരത്തെ സാധനം വാങ്ങിച്ച ഈ കടയിൽ നിന്നാണ്. വണ്ടി ഇതേ ഇരിപ്പുണ്ട്. നേരെ വീട്ടിൽ പോവാം. ഫോണിന് അടുത്ത വെള്ളിയാഴ്ച ശരിയാക്കാം.